നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. തോട്ടണ്ടി വില കൂടി, പരിപ്പ് വില ഇടിഞ്ഞു, കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിൽ. ആഗോള വിപണിയിൽ തോട്ടണ്ടി വില ഉയർന്നതിനൊപ്പം പരിപ്പ് വില ഇടിയുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങി സംസ്കരിച്ചാൽ വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്വകാര്യ ഫാക്ടറികൾ അടച്ചിടാനുള്ള ആലോചനയിലാണ്. കാഷ്യൂ കോർപ്പറേഷനും കാപ്പെക്സിനുമായി കാഷ്യൂ ബോർഡ് തോട്ടണ്ടി ടെൻഡർ വിളിച്ചിട്ടുണ്ടെങ്കിലും വിപണി വിലയിൽ നിന്ന് താഴ്ത്തി ലഭിച്ചില്ലെങ്കിൽ കരാർ ഉറപ്പിച്ചേക്കില്ല. 2 മാസം മുമ്പ് സീസൺ അവസാനിച്ച സൈനഗൽ, ഗിനി ബസാവോ തോട്ടണ്ടിക്ക് കിലോയ്ക്ക് 145 രൂപയായിരുന്നു വില. ടാൻസാനിയൻ തോട്ടണ്ടിയുടെ സീസൺ ആരംഭിച്ചതോടെ വില കിലോയ്ക്ക് 170 രൂപയായി ഉയർന്നു. 5 കിലോ തോട്ടണ്ടി സംസ്കരിച്ചാലേ 1 കിലോ കശുവണ്ടി പരിപ്പ് ലഭിക്കൂ. 100 രൂപ സംസ്കരണ ചെലവ് സഹിതം ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച് 1 കിലോ പരിപ്പ് ലഭിക്കാൻ 900 രൂപയാകും. എന്നാൽ കൂടുതൽ വിൽപ്പനയുള്ള W320 ഗ്രേഡ് കശുവണ്ടി പരിപ്പിന് വിപണിയിൽ 710 മുതൽ 725 രൂപ വരെയേ വിലയുള്ളൂ. 5 കിലോ ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച് വിൽക്കുമ്പോൾ 240 രൂപ വരെ നഷ്ടമുണ്ടാകും. സാധാരണ തോട്ടണ്ടി വില ഉയരുമ്പോഴും പരിപ്പിൻ്റെയും വില ഉയരേണ്ടതാണ്. എന്നാൽ 1 മാസം മുമ്പ് W320 ഗ്രേഡ് പരിപ്പിൻ്റെ വില 100 രൂപ ഇടിഞ്ഞ് കിലോയ്ക്ക് 710 രൂപ മുതൽ 725 എത്തുകയായിരുന്നു. പിന്നിൽ ട്രേഡിംഗ് മാഫിയ. ആഫ്രിക്കയിലെ കശുവണ്ടി ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി സംഭരിച്ച് രാജ്യത്ത് എത്തിച്ച ശേഷം വിൽക്കാതെ ക്ഷാമം സൃഷ്ടിച്ച് വില ഉയർത്തുന്ന ട്രേഡിംഗ് മാഫിയയാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാനെന്ന വ്യാജേന വൻതോതിൽ പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതും തിരിച്ചടിയായി. നഷ്ടം കിലോയ്ക്ക് 240 രൂപ. ടാൻസാനിയൻ തോട്ടണ്ടി വില കിലോയ്ക്ക് 165 രൂപ മുതൽ 170 രൂപ. 1 കിലോ പരിപ്പാക്കാൻ ചെലവ് 900 രൂപ. പരിപ്പിൻ്റെ ശരാശരി വില 725 രൂപ. പരിപ്പ് വിൽക്കുമ്പോൾ നഷ്ടം 240 രൂപ. നിലവിലെ സാഹചര്യത്തിൽ 1 കിലോ തോട്ടണ്ടി 125 രൂപയ്ക്ക് ലഭിച്ചാലേ വ്യവസായം ലാഭകരമാകൂ. വ്യവസായത്തെ തകർക്കുന്ന തരത്തിൽ വില കൃത്രിമമായി ഉയർത്തുന്നതിൽ സർക്കാർ ഇടപെടണം. നികുതി വെട്ടിച്ചുള്ള പരിപ്പ് ഇറക്കുമതിയും തടയണം. അതാണ് അവരുടെ ആവശ്യം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.